വെരിക്കോസ് വെയിനുള്ള കാലിലേക്ക് നമ്മൾ ഈ ഒരു മരുന്നിൽ നിന്നും വളരെ കുറച്ച് മാത്രം തോണ്ടിയെടുത്ത് ഇതുപോലൊന്ന് ചുമ്മാ പുരട്ടി കൊടുത്താൽ മതി. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വെരിക്കോസ് വെയിന് നല്ല മാറ്റമുണ്ടാകും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. നമ്മുടെ പച്ചക്കറി കടയിലുള്ള ഒരു 2 കൂട്ടം ഐറ്റം അല്ലെങ്കിൽ 2 കൂട്ടം പച്ചക്കറി മാത്രം മതി ഈ ഒരു വെരിക്കോസ് വെയിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു കോളിഫ്ലവറാണ് കേട്ടോ. ഒരു കോളിഫ്ലവറും അതുപോലെ ഒരു സവാളയും നമുക്ക് ചുമ്മാ കട്ട് ചെയ്താൽ തന്നെ ഇത് ചെറിയ ചെറിയ പീസ് ആയിക്കോളും. അത്യാവശ്യം കുറച്ച് വലിയ രീതിയിൽ തന്നെ നമുക്കിതിനെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കിതിനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് അരയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു ചോറൊക്കെ നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ച് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നത് നല്ല പഞ്ഞി പോലെ കേട്ടോ. നമ്മുടെ നല്ല രസമാണ് തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വെരിക്കോസ് വെയിൻ്റെ ആരംഭമുള്ള ഒരു കാലാണ് കേട്ടോ. ഇത് കണ്ടോ. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കൈ കൊണ്ട് എടുത്തേക്കാം. കൈ കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് പിന്നീട് ഉപയോഗിക്കണമെങ്കിൽ അത് ചിലപ്പം എന്താ പറയുക, ഈ വലിച്ചു പോകാമെന്ന് പറയത്തില്ല, അതുപോലെ ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു പഞ്ഞോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എല്ലാം എടുത്തിട്ട് അതുപോലെ കുറച്ചെടുക്കുക. നമ്മുടെ ഒരു വെരിക്കോസ് വെയിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ എടുക്കാൻ പറയുന്നത്. ഒട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോളൂ. നല്ല രീതിയിൽ നമ്മുടെ ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഈ ഒരു കാലിനകത്തേക്ക് ചെല്ലുകയും ചെയ്യും. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ ഒരു പഞ്ഞിക്കകത്തോ അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ കിട്ടുന്ന രീതിയിൽ നിങ്ങളിതിനെ അടിച്ച് പേസ്റ്റാക്കി എടുക്കാവൂ.